പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിൻ്റെ 6ാമത്തെ ക്ലാസ് കേൾക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആയിരുന്നു അല്ലേ? ഒരു ഡിഫറൻഷ്യൽ ഫോം ഓഫ് റേറ്റ് ഇക്വേഷനെ കുറച്ചുകൂടെ സിമ്പിളായ ഒരു ഫോമിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പുതിയ ഫോമിലുള്ള ഒരു ഇക്വേഷൻ കിട്ടി. നമ്മൾ 0 ഓർഡർ റിയാക്ഷൻ്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാണ് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു ചെറിയ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. A gives B plus C എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. പക്ഷേ ഈ റിയാക്ഷൻ്റെ പ്രത്യേകത, ഇവിടെ റിയാക്റ്റൻ്റായ എയും പ്രോഡക്റ്റായ ബിയും സിയും ഗ്യാഷ്യസ് ഫേസിലാണ്. അതായത് ഇതൊരു ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ ആണ്. അങ്ങനെയുള്ള റിയാക്ഷന്, ഒരു ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലും അതൊരു ഗ്യാസ് ഫേസ് റിയാക്ഷൻ ആണ് എന്നുള്ളതാണ്. റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഗ്യാഷ്യസ് ഫോമിലാണ്. അങ്ങനെയാവുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഒരു ഗ്യാസ് ഫേസ് റിയാക്ഷൻ ആണെങ്കിൽ റിയാക്റ്റൻറ്റിൻ്റെ ടേമിന് പകരം, റേറ്റ് എഴുതുന്ന സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ടേമിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് പാർഷ്യൽ പ്രഷറാണ് അല്ലേ? ഗ്യാഷ്യസ് മോളിക്യൂൾസ് ആണ്. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ടേമിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? പാർഷ്യൽ പ്രഷർ ഉപയോഗിക്കാം. ഇപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് അല്ലേ, നമ്മൾ റേറ്റ് എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ എന്നാണ് അല്ലേ? അതിന് പകരം നമുക്ക് എന്തെഴുതാൻ പറ്റും? ഡിക്രീസിങ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ റിയാക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അല്ലേ? നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ റിയാക്റ്റൻറ്റ് റിയാക്ട് ചെയ്തു പോകുന്നതിനനുസരിച്ച് മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയുന്നു. അതിനനുസരിച്ച് അവിടെ അതിൻ്റെ പാർഷ്യൽ പ്രഷറും എന്ത് ചെയ്യും? കുറയും അല്ലേ? പ്രോഡക്റ്റ് സൈഡിൽ പ്രോഡക്റ്റ് മോളിക്യൂൾസ് ഫോം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനനുസരിച്ച് പാർഷ്യൽ പ്രഷർ അവിടെ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ നമുക്ക് ഇവിടെ കോൺസെൻട്രേഷൻ ടേമിന് പകരം പാർഷ്യൽ പ്രഷർ ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാസ് ഫേസ് റിയാക്ഷൻ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനെ അതിൻ്റെ കോൺസെൻട്രേഷൻ ടേം മാറ്റിയിട്ട് പകരം പാർഷ്യൽ പ്രഷർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. K ഈസ് ഈക്വൽ ടു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, K ഈസ് ഈക്വൽ ടു 2.303/T log A0/A എന്ന് അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് A0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് A ആണ്. ഡിവൈഡഡ് ബൈ log A0/A എന്നാണ് പറഞ്ഞത്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഇവിടെ ആ കോൺസെൻട്രേഷൻ ടേമിനെ ഒഴിവാക്കിയിട്ട് log A0/A എന്ന് പറയുന്ന ആ ടേമിലെ കോൺസെൻട്രേഷൻ ടേം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? പാർഷ്യൽ പ്രഷർ ഉപയോഗിക്കണം. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷന് പകരം ഇനീഷ്യൽ പ്രഷർ ഉപയോഗിക്കണം, ഫൈനൽ കോൺസെൻട്രേഷന് പകരം ഫൈനൽ പ്രഷറും ഉപയോഗിക്കണം. എന്തിൻ്റെ? റിയാക്റ്റൻറ്റിൻ്റെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട്. A gives B plus C എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഒരു ഗ്യാസ് ഫേസ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ റിയാക്റ്റൻ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ, പ്രോഡക്റ്റ് ഇല്ല, പ്രോഡക്റ്റ് ഫോം ചെയ്തിട്ടില്ല. ആ സമയത്ത് ഇവിടെ ഏത് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ? A, അല്ലെങ്കിൽ റിയാക്റ്റൻ്റ് ആയ A എന്ന് പറയുന്ന മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അതിൻ്റെ പാർഷ്യൽ പ്രഷർ, എയുടെ പാർഷ്യൽ പ്രഷർ നമുക്ക് എങ്ങനെ എടുക്കാം? PI എന്നെടുക്കാം. ഇനീഷ്യൽ പ്രഷർ ഓഫ് A അല്ലേ? റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള റിയാക്റ്റൻറ്റിൻ്റെ പ്രഷറിനെ നമുക്ക് PI എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ടൈം 0 ആകുന്ന സമയത്ത്, റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് T ഈസ് ഈക്വൽ ടു 0, എയുടെ പ്രഷർ നമ്മൾ PI എന്ന് കൊടുത്തു, ഇനീഷ്യൽ പ്രഷർ ഓഫ് A അല്ലേ? ബിയുടെ പ്രഷർ, ബിയും സിയും അവിടെ ഫോം ചെയ്തിട്ടുണ്ടോ?
ഇല്ല. കാരണം എന്താണ്? റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ റിയാക്റ്റന്റ് മാത്രമേ ഉള്ളൂ, പ്രോഡക്റ്റ് മോളിക്യൂൾസ് ഫോം ചെയ്തിട്ടില്ല. ആ മോളിക്യൂൾസ് ഫോം ചെയ്താലല്ലേ അതിന്റെ കറസ്പോണ്ടിങ് പാർഷ്യൽ പ്രഷർ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ബിയോ സിയോ ഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് when T is equal to 0, പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്താണ്? 0 atm ആണ്, സിയും 0 atm ആണ്. ഓക്കെ, ഇനി റിയാക്ഷൻ തുടങ്ങി, കുറച്ച് സമയം കഴിഞ്ഞു, റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് ഏകദേശം ടൈം ടി കഴിഞ്ഞാൽ, ടൈം ഈസ് ഈക്വൽ ടു ടി ടൈം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു ഏകദേശം ഒരു നമുക്ക് വിചാരിക്കാം ഒരു 1 mol A ഇവിടെ നിന്ന് റിയാക്ട് ചെയ്തു പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, 1 mol A ഇവിടെ നിന്ന് റിയാക്ട് ചെയ്തു പോയി. ഇക്വേഷനിലേക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും 1 mol A റിയാക്ട് ചെയ്താൽ 1 mol Bയും 1 mol Cയും ഫോം ചെയ്യുന്നു ആണല്ലോ. അപ്പോൾ 1 mol A റിയാക്ട് ചെയ്താൽ 1 mol Bയും 1 mol Cയും ഇവിടെ ഫോം ചെയ്യും. അപ്പോൾ ടൈം ടി ആവുന്ന സമയത്ത് ഇവിടെ നിന്ന് ഏകദേശം 1 mol A റിയാക്ട് ചെയ്തു പോയി അല്ലേ. അപ്പോൾ എ മോളിക്യൂൾസിന്റെ എണ്ണം കുറഞ്ഞു, കുറച്ച് മോളിക്യൂൾസ് അവിടെ നിന്ന് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് പോയി. എ മോളിക്യൂൾസിന്റെ എണ്ണം കുറയുമ്പോൾ അവിടുത്തെ പാർഷ്യൽ പ്രഷറും എന്ത് ചെയ്യും? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ പാർഷ്യൽ പ്രഷറും കുറയും. കാരണം നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ എയുടെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞു. എയുടെ ആദ്യത്തെ പാർഷ്യൽ പ്രഷർ എത്രയായിരുന്നു? PI ആയിരുന്നു. അതിൽ നിന്ന് 1 mol റിയാക്ട് ചെയ്ത് പോയപ്പോൾ അതിന്റെ പാർഷ്യൽ പ്രഷർ കുറച്ച് കുറഞ്ഞു. ആ കുറഞ്ഞത് നമുക്ക് ഇങ്ങനെ കാണിക്കാം, PI - X എന്ന് കാണിക്കാം. X atm പ്രഷർ അവിടെ നിന്ന് കുറഞ്ഞു. ഓക്കെ, X atm പ്രഷർ അവിടെ നിന്ന് കുറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ള ടി ടൈമിന് ശേഷമുള്ള എയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് PI - X ആണ് അല്ലേ. അപ്പോൾ ഇനീഷ്യൽ പ്രഷർ ഓഫ് എ PI ആണ്, ഫൈനൽ പ്രഷർ PI - X ആണ്. ഇപ്പോൾ ബിയുടെ പാർഷ്യൽ പ്രഷറോ? ഇവിടെ ബി ഫോം ചെയ്തിട്ടുണ്ട്. കാരണം 1 mol A റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 mol Bയും 1 mol Cയും ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ അതേപോലെ എയുടെ 1 mol A ഇവിടെ നിന്ന് റിയാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ കുറയുന്നു, PI - X. ഇവിടെ 1 mol A റിയാക്ട് ചെയ്താൽ 1 mol Bയും 1 mol Cയും ഫോം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്ര പാർഷ്യൽ പ്രഷർ ആണോ കുറഞ്ഞത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ പ്രഷർ പ്രോഡക്റ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു? കൂടുന്നു അല്ലേ. അപ്പോൾ 1 mol A റിയാക്ട് ചെയ്ത് പോയപ്പോൾ X atm ഇവിടെ കുറഞ്ഞു. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ എന്ത് ചെയ്തു? X atm പ്രഷർ ബിക്കും X atm പ്രഷർ സിക്കും ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ പ്രഷർ P total is equal to PA plus PB plus PC ആണ്. എന്താ PAയും PBയും PCയും? ഓക്കെ, പാർഷ്യൽ പ്രഷർ ഓഫ് A പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് B പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് C അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 പാർഷ്യൽ പ്രഷേഴ്സിനെയും ആഡ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ടോട്ടൽ പ്രഷർ കിട്ടുള്ളൂ. പാർഷ്യൽ പ്രഷർ ഓഫ് A പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് B പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് C. ഓക്കെ, അപ്പോൾ നമുക്കത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? P total is equal to പാർഷ്യൽ പ്രഷർ ഓഫ് A എന്താണ്? PI - X ആണ് അല്ലേ, പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് B PB എന്താണ്? X atm, PC X atm. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ -Xഉം +Xഉം ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ എന്താ ഉള്ളത്? PI + X അല്ലേ. അപ്പോൾ P total is equal to PI + X. P total is equal to P initial plus X അല്ലേ. നമുക്ക് ഈ എക്സിന്റെ വാല്യൂ കാണണം. എക്സ് എന്താണെന്ന് നമുക്കറിയില്ല. X atm പ്രഷർ അവിടെ നിന്ന് കുറഞ്ഞു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് നമുക്ക് ഈ പ്രഷറിന്റെ ടേമിൽ തന്നെ എഴുതാൻ ശ്രമിക്കാം. അപ്പോൾ ഈ എക്സിന്റെ വാല്യൂ കാണുന്നതിന് നമുക്ക് ജസ്റ്റ് ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. X is equal to PI ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കുന്നത്? X is equal to P total minus P initial. ഓക്കെ അല്ലേ. X is equal to P total minus P initial. ഇപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെയാണ് കാണേണ്ടത്? ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാൻ എ എന്ന് പറയുന്ന റിയാക്റ്റന്റിന്റെ ഇനീഷ്യൽ പ്രഷറും ഫൈനൽ പ്രഷറും കാണണം അല്ലേ. അത് റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ടേമിന് പകരം നമുക്ക് പ്രഷർ കൊടുക്കണം. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷന് പകരം ഇനീഷ്യൽ പ്രഷറും ഫൈനൽ കോൺസെൻട്രേഷന് പകരം ഫൈനൽ പ്രഷറും കൊടുക്കണം. അപ്പോൾ ഇനീഷ്യൽ പ്രഷർ നമ്മൾ എത്രയായിരുന്നു എടുത്തത്? ഇനീഷ്യൽ പ്രഷർ ഓഫ് എ PI എന്നാണ് എടുത്തത് അല്ലേ. ഫൈനൽ പ്രഷറോ PA എന്ന്. ആഫ്റ്റർ ദ ടൈം ടി എയുടെ പാർഷ്യൽ പ്രഷർ PA എന്നാണ് എടുത്തത്. അപ്പോൾ ആ PAയുടെ വാല്യൂ നമ്മൾ എത്രയാണ് കൊടുത്തത്? ടൈം ടിക്ക് ശേഷം PA പാർഷ്യൽ പ്രഷർ ഓഫ് A എത്രയാണ്? ഇനീഷ്യൽ പ്രഷറിൽ നിന്ന് X atm കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. PI - X ആയിരുന്നു അല്ലേ ആഫ്റ്റർ ദ ടൈം ടി. അതിൽ എക്സിന്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ? എക്സിന്റെ വാല്യൂ P total minus P initial
ഇനീഷ്യൽ എന്നാണ്. അത് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എക്സിന് പകരം. ഓക്കെ, അപ്പോൾ എന്ത് വരും? പി എ ഇസ് ഈക്വൽ ടു പി ഐ മൈനസ് എക്സിന് പകരം പി ടോട്ടൽ മൈനസ് പി ഇനീഷ്യൽ എന്ന് കൊടുക്കാം. അപ്പോൾ പി ഐ മൈനസ് പി ടോട്ടൽ മൈനസ് പി ഇനീഷ്യൽ. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2pi മൈനസ് പി ടോട്ടൽ എന്ന് കിട്ടും അല്ലേ? പി ഐ ഇസ് ഈക്വൽ ടു 2pi മൈനസ് പി ടോട്ടൽ. അപ്പോൾ നമുക്കറിയാം ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് K is equal to 2.303 by T log A0 by A. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കണം? ഈ റിയാക്ഷനിൽ ഇതൊരു ഗ്യാസ് ഫേസ് റിയാക്ഷൻ ആയതുകൊണ്ട് ഈ കോൺസെൻട്രേഷൻ ടേമിനെ മാറ്റിയിട്ട് പകരം പ്രഷർ കൊടുക്കണം അല്ലേ? അപ്പോൾ log A0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡഡ് ബൈ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈനൽ പ്രഷർ അല്ലെ? കോൺസെൻട്രേഷൻ ഓഫ് A0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കോൺസെൻട്രേഷൻ. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കണം? ഇനീഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ഫൈനൽ പ്രഷർ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രഷറിന്റെ ടേം ആക്കി മാറ്റി എഴുതുമ്പോൾ K is equal to 2.303 by T log PI by PA അല്ലേ? PI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പ്രഷർ ഓഫ് A ഡിവൈഡഡ് ബൈ PA എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഫൈനൽ പ്രഷർ ആഫ്റ്റർ ദ ടൈം T എന്താണ്? എയുടെ പാർഷ്യൽ പ്രഷർ. അപ്പോൾ പി എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് പി ഐയുടെ വാല്യൂ? 2pi മൈനസ് പി ടോട്ടൽ. പി ഐ മൈനസ് എക്സ് ആയിരുന്നു, അതിൽ എക്സിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2pi മൈനസ് പി ടോട്ടൽ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അത് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് പി എക്ക് പകരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? K is equal to 2.303 by T log PI divided by 2pi minus P total. Okay അല്ലേ? K is equal to 2.303 by T log PI by 2pi minus P total. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ഒരു ഗ്യാസ് ഫേസ് റിയാക്ഷന്റെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഒരു ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും സീറോ ഓർഡർ റിയാക്ഷന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിച്ചു. ഇനി ആ റിയാക്ഷൻ ഒരു ഗ്യാസ് ഫേസ് റിയാക്ഷൻ ആണെങ്കിൽ ആ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ള കാര്യവും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പുതിയൊരു ടേം ആണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. എന്താണ് ഒരു റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്? ലൈഫ് ടൈമിന്റെ ഹാഫ് ലൈഫ്. ഇപ്പോൾ ഒരു റിയാക്ഷൻ നടക്കാൻ തുടങ്ങുകയാണ്. അവിടെ റിയാക്റ്റന്റിന്റെ അളവ് ഏകദേശം 100 ഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ റിയാക്റ്റന്റിന്റെ അളവ് 100 ഗ്രാം ഉണ്ട്. 100 ഗ്രാം റിയാക്റ്റന്റ് ആണ് അവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത് എങ്കിൽ ഈ 100 ഗ്രാം റിയാക്റ്റന്റിന്റെ നേർ പകുതി റിയാക്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതായത് 100 ഗ്രാം റിയാക്റ്റന്റ് റിയാക്ട് ചെയ്ത് 50 ഗ്രാം ആയിട്ട് മാറാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഒരു റിയാക്റ്റന്റ് അതിൻ്റെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ നേർപകുതിയായിട്ട് റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഓക്കെ അല്ല? റിയാക്റ്റന്റ് റിയാക്ട് ചെയ്ത് പോകുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷനും കുറയും. അപ്പോൾ ഒരു റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ നേർപകുതിയായിട്ട് റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? It is the time in which concentration of the reactant is reduced to half of its initial concentration. അല്ലേ? ഒരു റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ആ റിയാക്റ്റന്റ് റിയാക്ട് ചെയ്ത് നേർപകുതിയായിട്ട് മാറാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 100 ഗ്രാം റിയാക്റ്റന്റ് ഉണ്ടെങ്കിൽ ആ 100 ഗ്രാം റിയാക്ട് ചെയ്ത് 50 ഗ്രാം ആയാൽ നേർപകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ഗ്രാം ആയി മാറാൻ എടുക്കുന്ന ടൈമിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ഒരു റിയാക്ഷന്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കുന്നത് എന്നാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, സീറോ ഓർഡർ റിയാക്ഷൻ. നമ്മൾ സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ സീറോ ഓർഡർ റിയാക്ഷന്റെ?
K is equal to A0, concentration of A0 minus A divided by T. അല്ലേ? A0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് മൈനസ് ഫൈനൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം. ഇതാണല്ലോ ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ T is equal to T half ആവുമ്പോൾ when time is equal to T half, time half life ആവുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് A എന്തായിരിക്കും? എന്താണ് ഹാഫ് ലൈഫ് എന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? the time in which the concentration of reactant is reduced to half of initial concentration. അപ്പോൾ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എന്താകും? ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ നേർപകുതിയാകും. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A0, അതിന്റെ നേർപകുതി A0/2 ആയിട്ട് മാറും. എപ്പോ? when time is equal to T half ആകുമ്പോൾ, അല്ലേ? when T is equal to T half, A is equal to A0/2. ഓക്കെ, നമുക്കത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിക്ക് പകരം T ഹാഫ് കൊടുക്കുമ്പോൾ എക്ക് പകരം ഫൈനൽ കോൺസെൻട്രേഷന് പകരം എന്ത് വരും? ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതി A0/2 വരും. നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? K is equal to A0 minus A0/2. എക്ക് പകരം A0/2 എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ ടൈമിന് പകരം T ഹാഫ് എന്ന് കൊടുത്തു. അപ്പൊ എന്താ വരിക? A0 minus A0/2. A0/2 A0യിൽ നിന്ന് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? A0/2 തന്നെ കിട്ടും, അല്ലേ? A0 മൈനസ് ഹാഫ് A0 എന്ത് വരും? ഹാഫ് A0 അല്ലെങ്കിൽ A0/2 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? K is equal to A0/2 T half എന്ന് കിട്ടും. ഓക്കെ അല്ലേ? K is equal to A0/2 T half എന്ന് കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. T ഹാഫിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, K താഴേക്ക് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും? T half is equal to A0 divided by 2K. Okay, T half is equal to A0 divided by 2K. ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ആണിത്. T half is equal to A0 divided by 2K. ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ അല്ലെങ്കിൽ T half is directly proportional to initial concentration of reactant, അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് കോൺസ്റ്റന്റ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പറയാം T half ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, റേറ്റ് കോൺസ്റ്റന്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എവിടെയാണെങ്കിൽ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും റേറ്റ് കോൺസ്റ്റന്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. T half is equal to A0 divided by 2K. ഓക്കെ, അപ്പോൾ ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. വളരെ എളുപ്പമാണ്. ജസ്റ്റ് ടിക്ക് പകരം T ഹാഫും എക്ക് പകരം A0/2ഉം ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് അതിന്റെ ഹാഫ് ലൈഫ് ഒന്ന് കണ്ടുപിടിക്കാം, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദ റിയാക്റ്റന്റ് A gives product. ഓക്കെ, റിയാക്റ്റന്റ് A gives product എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമുക്ക് ഇതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാം. K is equal to 2.303/T log A0/A. ഓക്കെ, K is equal to 2.303/T log A0/A. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്തതുപോലെ തന്നെ when T is equal to T half, ടിക്ക് പകരം T half കൊടുക്കുമ്പോൾ എക്ക് പകരം എന്ത് കൊടുക്കണം? A0/2 എന്ന് കൊടുക്കണം. ഓക്കെ, ടിക്ക് പകരം T half കൊടുക്കുമ്പോൾ എക്ക് പകരം A0/2. നമുക്കത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? K is equal to 2.303/Tക്ക് പകരം കൊടുത്തു T half into log A0 divided by എക്ക് പകരം എന്ത് കൊടുക്കണം? A0/2 എന്ന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? A0യും ക്യാൻസൽ ചെയ്ത് പോകും. എക്ക് പകരമാണ് നമ്മൾ A0/2 എന്ന് കൊടുത്തത്. അപ്പോൾ A0യും ക്യാൻസൽ ചെയ്ത് പോയി. ഈ 2 എന്ത് ചെയ്യും? മുകളിലേക്ക് വരും. അപ്പോൾ എന്ത് കിട്ടും? T half is equal to 2.303 into log 2 divided by K. ഓക്കെ,
ടി ഹാഫ് ഇസ് ഈക്വൽ ടു 2.303 ഇൻറ്റു ലോഗ് 2 ഡിവൈഡഡ് ബൈ കെ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? 2.303 ബൈ ടി ഹാഫ് ഇൻറ്റു ലോഗ് a0യും a0യും ക്യാൻസൽ ചെയ്ത് പോയി, ഈ 2 മുകളിലേക്ക് വരും അല്ലേ? അപ്പോൾ നമുക്ക് k ഇസ് ഈക്വൽ ടു 2.303 ബൈ ടി ഹാഫ് ഇൻറ്റു ലോഗ് 2 എന്നാണ് കിട്ടുക. അതിൽ നിന്ന് ടി ഹാഫിന് ജസ്റ്റ് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു, കെ താഴേക്കും കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ടി ഹാഫ് ഇസ് ഈക്വൽ ടു 2.303 ബൈ കെ ഇൻറ്റു ലോഗ് 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ലോഗ് 2വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ലോഗ് 2വിൻ്റെ വാല്യൂ 0.301 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടി ഹാഫ് ഇസ് ഈക്വൽ ടു 2.303 ഇൻറ്റു 0.301 ഡിവൈഡഡ് ബൈ കെ എന്ന് കിട്ടി. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2.303 ഇൻറ്റു 0.301 നമുക്ക് ഏകദേശം 0.693 കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എന്താണ്? ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട്. ടി ഹാഫ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. ഈ ഇക്വേഷനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ ടേം ഉണ്ടോ അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഇവിടെ ഇല്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ടി ഹാഫും കെയും മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ടി ഹാഫ് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നാണ് അല്ലേ? ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതും ചോദിക്കാറുണ്ട്. പ്രൂവ് ദാറ്റ് ടി ഹാഫ് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എക്സാമിന് ചോദിക്കാറുണ്ട് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷന് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഡെറിവേഷൻ ചെയ്യണം അല്ലേ? ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിലേക്ക് എന്ത് ചെയ്താൽ മതി? ടിക്ക് പകരം ടി ഹാഫും എക്ക് പകരം a0/2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇക്വേഷൻ കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പഠിച്ചു. എന്താണ്? ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കും. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഇക്വേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് തന്നെ ചെയ്യാം. നോക്കാം ക്വസ്റ്റ്യൻ. The half-life of a first-order reaction is 100 seconds. The half-life of a first-order reaction is 100 seconds. How long will it take for 2/3 of the reaction to be completed? എന്താണ് അപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ഒരു റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്. എത്രയാണ്? 100 സെക്കൻഡ് ആണ്. 100 സെക്കൻഡ് ആണ് റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ റിയാക്ഷൻ്റെ 2/3 പാർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന്, 2/3 ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് എടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എഴുതാം. എന്താണ് നമുക്ക് ആകെ തന്നിട്ടുള്ളത്? ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ആ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 100 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ടി ഹാഫ് 100 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ടി ഹാഫ് 100 സെക്കൻഡ് ആണ്. നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ടി ഹാഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ അല്ലേ? ടി ഹാഫ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ ഈസ് ഈക്വൽ ടു എന്ത് വരും? 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ് വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും 0.693 ഡിവൈഡഡ് ബൈ 100 എത്ര വന്നു? 0.00693 എന്ന് വന്നു. ഓക്കെ അല്ലേ? ഇതിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. കാരണം ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നമ്മളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ കെ നമുക്ക് കിട്ടി. കെയുടെ വാല്യൂ 0.00693 സെക്കൻഡ് ഇൻവേഴ്സ്.
ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് റിയാക്ഷന്റെ 2/3 പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഉണ്ട്. k is equal to 2.303/t log a0/a അല്ലേ? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? 2/3 റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന സമയം അല്ലേ? നമുക്ക് ടി ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം. റിയാക്ഷനെ ടി ഇങ്ങോട്ട് കൊണ്ടുവരാം, കെ ഇപ്പുറത്തേക്കും കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ 2.303/k log a0/a ആയിരിക്കും. നമുക്ക് ടിക്ക് പകരം 2/3 പാർട്ട് റിയാക്ട് ചെയ്ത് പോകണം, അതിനുള്ള സമയമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ t 2/3 എന്ന് കൊടുക്കാം. 2/3 പാർട്ട് റിയാക്ട് ചെയ്യാൻ ആവശ്യമായ ടൈം t 2/3 is equal to 2.303/k into log a0 by ഫൈനൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എ എന്തായിരിക്കും? എയുടെ വാല്യൂ എന്തായിരിക്കും? 2/3 പാർട്ട് റിയാക്ട് ചെയ്തു പോയി, ബാക്കിയുള്ളതായിരിക്കും എ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് 2/3 പാർട്ട് റിയാക്ട് ചെയ്തു പോകണം. അപ്പോൾ a0 മൈനസ് 2/3 a0 അതാണ് എയുടെ വാല്യൂ അല്ലേ? ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് a0യിൽ നിന്ന് 2/3 a0 റിയാക്ട് ചെയ്ത് പോകണം. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 2/3 ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയമാണ് ചോദിച്ചത്. അപ്പോൾ 2/3 a0 അതിൽ നിന്ന് റിയാക്ട് ചെയ്ത് പോകണം. അതാണ് എയുടെ വാല്യൂ. അപ്പോൾ a0 മൈനസ് 2/3 a0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? t 2/3 is equal to 2.303/k log a0 by a0 മൈനസ് 2/3 a0 എത്ര കിട്ടും? 1/3 a0 കിട്ടും. ഓക്കെ, a0 മൈനസ് 2/3 a0 നമുക്ക് 1/3 a0 ആണ് കിട്ടുന്നത്. അപ്പോൾ എന്താ വരിക? ഈ a0യും a0യും ക്യാൻസൽ ചെയ്ത് പോകും. 3 എന്ത് ചെയ്യും? മുകളിലേക്ക് വരും. 1/3യിലെ 3 മുകളിലേക്ക് വരും. അപ്പോൾ t 2/3 is equal to 2.303/k log 3 എന്ന് കിട്ടി. നമുക്ക് ജസ്റ്റ് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 0.00693 ആണ്. ജസ്റ്റ് ഇത് ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും t 2/3 is equal to 2.303/0.00693 into log 3. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ കിട്ടും 158.5 സെക്കൻഡ്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ 2/3 കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം 158.5 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് എന്ത് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ? ഹാഫ് ലൈഫ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഹാഫ് ലൈഫിൽ നിന്ന് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കണ്ടു. ഓക്കെ, അപ്പോൾ 2/3 ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ടൈമാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് 2/3 ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മളൊരു ഫസ്റ്റ് ഓർഡർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു. 0 ഓർഡർ റിയാക്ഷൻ്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും ഹാഫ് ലൈഫ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യുന്നതും പഠിച്ചു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.